ഇങ്ങനെയൊരു വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. കോടതിയില് കുറ്റവാളിയുടെ മൂവ്മെന്റ്സ് വെച്ച് അവര് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിച്ചിരുന്നവളായി ഞാൻ. പക്ഷെ നിന്റെ കാര്യത്തില് ഞാൻ പരാജയപ്പെട്ടു പോയി. എന്നെ എന്താ കുറ്റവാളിയാക്കാണോ നീ? അവരെക്കാളും ക്രൂരയാണ് നീ. ഓരോ ക്ഷണവും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെയും ദേവനെയും തമ്മില് ഒന്നിപ്പിക്കാന്ന് വാക്ക് തന്നിട്ട് ഒടുവിൽ എന്തായി? ദേവനെയും വൈദേഹിയും തമ്മിൽ ഒന്നിപ്പിച്ചല്ലേ? എന്റെ ഏറ്റവും വലിയ സ്വപ്നം നീ തകർത്തു കളഞ്ഞത്. അതെന്താ? ഊർമിളയെല്ലാം ആലോചന കണ്ട് ചെയ്യുന്ന ആളല്ലേ. കാര്യം പതുക്കെ അറിഞ്ഞാ മതി. തൽക്കാലം അവളെ സപ്പോർട്ട് ചെയ്യാം. മരിച്ച വൈദേഹി തിരിച്ചു വന്നാലും ദേവനോടൊപ്പോൾ എന്റെ കല്യാണം നടത്തി തരുമെന്ന് വാക്ക് പറഞ്ഞിട്ട് ഒടുവിൽ DNA റിപ്പോർട്ട് കൊണ്ടുവന്ന് അവരുടെ ബന്ധം നീ അങ്ങ് ഊട്ടി ഉറപ്പിക്കല്ലേ ചെയ്തേ? ആ ഒരു നിമിഷം കൊണ്ട് നീ എന്റെ സ്വപ്നക്കൂട് തകർത്തു കളഞ്ഞു. എന്തുദ്ദേശത്തിലാ നീ ഇതൊക്കെ ചെയ്തത്? എന്നോട് ഒരു വാക്ക് ചോദിച്ചോ? നീ ചോദിക്കുന്നത് എന്തും തരില്ലായിരുന്നോ? നിനക്ക് എത്രമാത്രം തരാൻ പറ്റും? കൂടിപ്പോയ ഒരു നെക്ലസോ ചെയിനോ തരും. നിനക്കുള്ളത് മൊത്തം തന്നാലും ഇനി എനിക്ക് കിട്ടാൻ പോകുന്നതിനോട് താരതമ്യം ചെയ്ത അത് വെറും ഒരു രോമത്തിന് തുല്യ. വൈദേഹി, 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 ഇവളെവിടെയാ? വൈദേഹി, എന്താ ദേവാ, വൈദേഹിയെ തപ്പി നടക്കുമായിരിക്കും അല്ലേ? എവിടൊക്കെ തപ്പിയാലും കിട്ടില്ല മോനെ. അതങ്ങനെയാണ്. വൈശാലിയെ വൈദേഹിയാണെന്ന് കരുതി കിളവിയുടെ വേഷം കെട്ടിച്ച് നീ ഇവിടെ കൊണ്ടുവന്നല്ലേ? പക്ഷെ വൈശാലി അതിബുദ്ധിമതിയാ. കൃത്യസമയത്ത് ഇവിടുന്ന് ചാടിക്കളഞ്ഞത് കണ്ടോ? എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാടത്തി. അവള് വൈദേഹിയാണെന്നും അറിയാം. അവളെ ഇപ്പൊ കാണാതായതിന്റെ കാരണക്കാരൊക്കെ നിങ്ങൾ തന്നെയാണെന്നും അറിയാം. പിന്നെ ആ DNA റിപ്പോർട്ട് തെറ്റി വന്നതിന്റെ കാരണക്കാരി ആരാണെന്നും എനിക്കറിയാം. അത് വീട്ടിലെല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയാതിരുന്നതേ, ഇങ്ങനെ ഒരു മരുമോളെയാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയതെന്നോർത്ത് എന്റെ അച്ഛനും അമ്മയും ഇതുപോലൊരു നശിച്ച ഭാര്യയെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് എന്റെ അജയേട്ടനും ഒക്കെ വേദനിക്കുമല്ലോ എന്ന് ഓർത്താ ഞാനൊന്നും മിണ്ടാതിരുന്നേ. അവരാരും ഒരിക്കലും വേദനിക്കരുതെന്ന് ചിന്തിക്കുന്നുണ്ടാ ഞാൻ ഇപ്പോഴും എന്റെ വായടച്ച് മൗനം ഭജിക്കുന്നേ. അല്ല, ഞാൻ ചിന്തിക്കുന്ന ഏട്ടത്തിക്ക് എന്തിനാ വൈദേഹിയോട് ഇത്രയും ദേഷ്യം? അവള് നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അതെന്റെ ചേച്ചിയാന്ന് പറഞ്ഞ് സഹിക്കുന്നുണ്ടാ? അതിന് മാത്രം ഏട്ടത്തിയോട് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നൊന്ന് പറ. ഇപ്പൊ ഈ അമ്പലത്തിൽ വെച്ച് അവളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നിങ്ങളാണെന്നറിയാം. അല്ല, എന്തുകൊണ്ടാ നിങ്ങൾ എന്നെയും വൈദേഹി ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ ദ്രോഹിക്കുന്നേ? അവൾ എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ ജീവിക്കുന്നോണ്ട് ഏട്ടത്തിക്ക് എന്താണ് നഷ്ടപ്പെടുന്നേ? അതോ അവൾ ആ വീട്ടിൽ മരുമകളായിട്ട് നിന്ന ഏട്ടത്തിയുടെ അധികാരവും ഭരണവും അവിടെ നടക്കില്ല എന്ന് വിചാരിക്കുന്നോണ്ടാണോ? അങ്ങനെ ഒരു കാരണം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കോ എന്റെ വൈദേഹിക്കോ ഈ ആസ്തിയും സ്ഥാനമാനങ്ങളും ഒന്നും വേണ്ട. ഒരു തരി മണ്ണ് പോലും വേണ്ട. രാജാവെന്ന പദവിയോട് പോലും എനിക്ക് താല്പര്യമില്ല. എന്റെ വൈദേഹി എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ വിട്ടു തന്നേക്കാം. കുറച്ചു മുമ്പ് ഗുരുക്കൾ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. ആ നിലമാളികയ്ക്കുള്ളില് വില മതിക്കാനാവാത്ത സമ്പത്തുണ്ടെന്നുള്ള കാര്യം. അതിലൊരു പൊടി പോലും എനിക്ക് വേണ്ട. എല്ലാം നിങ്ങൾ എടുത്തു എടത്തി. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വൈദേഹി എന്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് അവളോടൊന്നിച്ച് പൂജ പൂർത്തീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ആ നിലമാളിക തുറക്കാനും കഴിയൂ. അതിലിരിക്കുന്ന സമ്പത്ത് മുഴുവൻ ഏട്ടത്തി എടുത്തോ.
എന്നിട്ട് ഒറ്റയ്ക്ക് അനുഭവിച്ചോ? പക്ഷെ എന്റെ വൈദേഹി എവിടെയുണ്ടെന്ന് പറയണം. ഇപ്പൊ വൈദേഹി എവിടെയാന്ന് ഞാൻ പറഞ്ഞ അവളെ ഞാൻ തന്നെയാ കെട്ടിയിട്ടതെന്നേ നീ പറയൂ. എന്നാ എനിക്കൊക്കെയാ ദേവ. ഇനി വൈദേഹിയെ നിന്നിൽ നിന്നും അകറ്റാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല. അവളോട് എനിക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു, അതും ഞാൻ ഇവിടെ വെച്ച് കളയാം. നിന്റെ സംശയങ്ങളെല്ലാം ശരിയാണ് ദേവ. അന്നെടുത്ത വൈദേഹിയുടെ DNA റിപ്പോർട്ട്സ് അട്ടിമറിക്കപ്പെട്ടിരുന്നു. ഒറിജിനൽ റിപ്പോർട്ട്സ് എന്റെ അടുത്ത് തന്നെയുണ്ട്. അവള് വൈശാലിയല്ല, വൈദേഹിയാണെന്ന് നീ എവിടെ വെച്ച് പറയാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞോളാം. ഇവിടെ ഞാൻ നിന്ന് കത്തോ, നീ നിന്ന് ചിരിക്കുന്നോ? എന്തിനിങ്ങനെ ഒരു ചതി കാണിച്ചത്? നിന്നോടാ ചോദിച്ചത്, പറയുന്നുണ്ടോ? അയ്യോ ആരാധി, അവളെ എങ്ങനെയിട്ട് പിടപ്പിച്ച അവൾ എന്ത് ചെയ്യും? എല്ലാം ദേവൻ ചെയ്തതല്ലേ. ദേവൻ എന്ത് ചെയ്തെന്നാ? DNA റിപ്പോർട്ട് മാറ്റിയ സംഗതി അവൻ അറിഞ്ഞു. അത് ചെയ്യിച്ചത് ഊർമിളയാണെന്നും അവൻ അറിഞ്ഞു. എന്ത്? ഊർമിള റിപ്പോർട്ട്സ് മാറ്റിയെന്നോ? അതെന്തിനായിരുന്നു? വേറെന്തിന്? നിന്നെയും ദേവനെയും തമ്മിൽ അടുപ്പിക്കാനായിരുന്നു അത്. അതുകൊണ്ടാ നേരത്തെ അവള് വൈദേഹിയാണെന്ന് മനസ്സിലാക്കിയെങ്കിലും വൈശാലിയാണെന്ന് വിശ്വസിപ്പിക്കാൻ DNA റിപ്പോർട്ട്സിൽ തിരിമറി നടത്തി. ഇപ്പൊ എല്ലാവരുടെയും മുൻപിൽ അവള് വൈദേഹിയാണെന്നുള്ളത് തെളിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ DNA റിപ്പോർട്ട്സിന്റെ കാര്യം പറയാതിരുന്നാലും അവളാണ് വൈദേഹിയെന്ന് എല്ലാവരും വിശ്വസിക്കും. അപ്പൊ ഇനിയും സത്യം ഒളിപ്പിച്ച് ദേവന്റെ മുമ്പിലും കുടുംബത്തിന്റെ മുമ്പിലും ഞാൻ എന്തിനൊരു മോശ സ്ത്രീയായി മാറണം? അതുകൊണ്ടാ അവസാന നിമിഷം റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചത്. കാര്യം പിടികിട്ടിയല്ലോ. ഊർമിള എന്ത് ചെയ്താലും ആലോചന കണ്ടേ ചെയ്യൂ. ഇനിയെങ്കിലും വിശ്വസിക്ക ആരാധ്യ. ആരാധ്യ, നടന്നത് ഞാൻ പറഞ്ഞു. വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. നിന്റെ പുതിയ സ്കെച്ച് എന്താ ഊർമിളെ? നിലമാളികയിലെ സമ്പത്തെല്ലാം പുറത്തെടുക്കുമല്ലോ, അതുവരെ ഒന്ന് നീ ക്ഷമിക്ക. അതിനുശേഷം ഞാൻ എല്ലാം പറയാം. ദശരഥരാമോർമ്മേ, ഞാൻ വിരിച്ച വലയിൽ നിന്നും പുറത്തു ചാടി ഇവിടെ ശാപമോചന പൂജ ചെയ്യാൻ എത്തിയതാണല്ലേ? വിടില്ല ഞാൻ. നീ സ്വർഗത്തിൽ പോയി പൂജ നടത്തിയാ മതി. വക്കീൽ മാഡം? ആ, വക്കീല് തന്നെ. നിന്റെ പ്രതികാരം തീർക്കാനുള്ള പ്ലാൻ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ചന്ദ്രികെ. പ്രതികാരോ? എന്ത് പ്രതികാരം? ഞാനൊരു വക്കീലാ. എന്റെ അടുത്ത് സത്യം ഒളിപ്പിക്കാൻ നോക്കണ്ട. ദശരഥരാമവർമ്മയോട് നിനക്കുള്ള പക എന്താണെന്ന് എനിക്ക് ശരിക്കറിയാം. ആ പക പോക്കാനായിട്ട് നീ പെടാപ്പാട് പെടുന്നുണ്ടെന്നും എനിക്കറിയാം. ഇപ്പൊ നീ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ആ പക പോക്കാനാണെന്നും എനിക്കറിയാം. നിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഞാൻ നിന്നെ സഹായിക്കാം. ഇവളെന്താ ഇപ്പൊ ഇങ്ങനെ? കൂറ് അങ്ങോട്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ മാറിയത്? ആ കുടുംബം നിന്നെയും കബളിപ്പിച്ചു കാണുമല്ലേ? അതൊന്നും നീ അറിയണ്ട. പക്ഷെ ഞാനൊന്ന് പ്ലാൻ ചെയ്താ അത് വിജയത്തിലെത്തിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ സമ്മതിച്ചാ പ്രതികാരം തീർക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. അപ്പോ ഇതൊക്കെ നീ ശരിക്കും പറഞ്ഞതാണോ? പറഞ്ഞത് മനസ്സിലായില്ലായിരുന്നോ? കോടതിയിൽ എന്റെ ഭാഗത്ത് സാക്ഷി പറഞ്ഞ് കേസ് ജയിക്കാൻ എന്നെ സഹായിച്ചതല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ദശരഥരാമവർമ്മയുടെ കുടുംബത്തെ തകർക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് വക്കീലെ. ഇന്ന് അമ്പലത്തിനകത്ത് വൈദേഹിയും ദേവനും ഒരുമിച്ച് ഒരു പൂജ നടത്തുന്നുണ്ട്. ആ പൂജ പൂർണ്ണമായ ആ വീട്ടില് പിന്നെ അവളായിരിക്കും ദേവത. അത് നീയും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം.
ദേവതയെ യക്ഷിയാക്കി മാറ്റാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാ ഇത്രയും കാലമായി ഞാൻ കാത്തിരുന്നത്. എന്താ അതെന്ന് പറ. പറയാം, കേട്ടോ. അതിനുശേഷം വൈദേഹിയായി അവള് വീണ്ടും ആ വീട്ടിൽ കാല് ചവിട്ടരുത്. അത് നിന്റെ പ്രവൃത്തി പോലെ ഇരിക്കും. അവള് വൈദേഹിയായി ജീവിക്കാതിരിക്കാനാ അന്ന് കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞത്. പിന്നെയും അവളെ ആ സ്ഥാനത്ത് ഞാൻ കേറ്റു. ഈ അമ്പലത്തിൽ വെച്ച് തന്നെ അവളെയും സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാം. ദശരഥ രാമവർമ്മേ, ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇത് പാപവിമോചനത്തിനു വേണ്ടി നടത്തുന്ന ചടങ്ങാണ്. ഇതിലൊരു ചെറിയ തെറ്റുപറ്റിയാൽ പോലും പാപവിമോചനം കിട്ടില്ല എന്ന് മാത്രമല്ല, ശാപത്തിന്മേൽ ശാപം നിന്റെ കുടുംബത്തിൽ പതിക്കും. ഇതോരോ നിമിഷവും ഓർത്തോണം. അങ്ങനെയാവട്ടെ സ്വാമി. തീച്ചട്ടി ഏന്തിക്കൊണ്ട് ഗർഭഗൃഹത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കേണ്ടതാണ്. പിന്നീട് ഒരു ഹോമം നടത്തി അഗ്നിദേവനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. എങ്കിലേ മഹാദേവന്റെ അനുഗ്രഹത്തോടെ നിലമാളിക തുറക്കുവാൻ സാധിക്കൂ. ഒരു മാളിക തുറക്കാൻ ഇത്രയും പാടോ? 4 ബോംബ് പിടിച്ച തീരാനേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ശ്രമിച്ച് പലരും മേലോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോവാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ ശ്രമിച്ചു നോക്ക്. അത് റിസ്കാ, വേണ്ട. എന്നാ പിന്നെ മിണ്ടാതെ നിന്നു. നീയെല്ലാം കേട്ടല്ലോ. സ്വാമി പറഞ്ഞ പോലെ എല്ലാം ചെയ്താ വൈദേഹി ആ വീട്ടിലെ രാജ്ഞിയാവും. ഒന്നും അല്ലാതിരുന്നപ്പോ തന്നെ നിന്നെ ചക്രശ്വാസം വലിപ്പിച്ചവളാ. ഇനി ആ വീട്ടിലെ രാജ്ഞിയായ പ്രതികാരം ചെയ്യുന്നത് പോയിട്ട് ആ വീടിന്റെ പരിസരത്ത് പോലും പോവാൻ പറ്റില്ല. അതിനവര് ആ പ്രദക്ഷിണം പൂർത്തിയാക്കണ്ടേ വക്കില്ലേ? അഗ്നിദേവനെ പ്രീതിപ്പെടുത്തി ശാപമുക്തി നേടാനിരിക്കല്ലേ? പക്ഷെ ആ അഗ്നിയിൽ വീണ് അവള് വെറും ഭസ്മമായി തീരും. കൊടും പാപിയായ വൈദേഹി പാപപരിഹാര പൂജ നടത്തുന്നു. ആ പൂജ നടത്താതിരുന്ന ദൈവം ശിക്ഷ വിധിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ആ പൂജ തടസ്സപ്പെടുത്താൻ വേണ്ടി നിന്റെ മോനും മരുമോക്കും ഞാനൊരു ശിക്ഷ നൽകാൻ പോവാ. ദശരഥ രാമവർമ്മേ, എന്താ ഈ ചെയ്യുന്ന ചന്ദ്രികെ? കണ്ടിട്ട് എന്തു തോന്നുന്നു? വൈദേഹി ഇതുവഴിയല്ലേ അഗ്നിപ്രദക്ഷിണം ചെയ്യാൻ പോകുന്നത്. പാവം വേദനിക്കാതിരിക്കാൻ വഴിയിൽ പൂക്കളിട്ട് കൊടുത്തതാ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വൈദേഹിയുടെ ഒപ്പം ദേവനും വരുന്നുണ്ട്. അവൻ വന്നാ നിനക്കെന്താ? നിന്റെ പ്രേമമൊക്കെ കുറച്ചു നേരം അമ്പലത്തിന് പുറത്തു വെക്കേ. ഒരു വെട്ടം കുത്തി കേറിയ അവൻ ആ ചട്ടി താഴെയിടും. ഇത് വർക്കൗട്ട് ആവുന്ന തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ നീ അതിലൊന്ന് ചവിട്ടി നോക്ക്. പാദം മുതൽ തലവരെ വേദന കൊണ്ട് പുളയും. ഒരുപക്ഷെ ഇത് കണ്ടവര് നിർത്തിക്കളഞ്ഞാലോ? നിർത്തില്ല. സ്വാമി അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നെ? കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഉറപ്പായും നടക്കും. പക്ഷെ അത് പകുതിക്ക് വെച്ച് തടസ്സപ്പെടും. അതോടെ എല്ലാവരുടെയും ആഗ്രഹവും മണ്ണോട് മണ്ണാവും.
ആ വൈദേഹി ഒരിക്കലും വിജയിക്കാൻ പാടില്ല. വൈദേഹിയോടൊപ്പം വർമ്മയുടെ കുടുംബം മൊത്തം തോൽക്കണമെങ്കിൽ നീ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം കണ്ണ്. ദേവൻ എന്തെങ്കിലും പറ്റുമോന്നോർത്ത് വിഷമിച്ച് നിൽക്കാതെ കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. വാ. തലമുറകൾക്ക് മുൻപുണ്ടായ ഒരു തെറ്റിന്റെ പ്രായശ്ചിത്തമാണെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് വലം വെച്ചോളുക. ഗർഭഗൃഹത്തിന് ചുറ്റും 5 തവണ തടസ്സമില്ലാതെ പ്രദക്ഷിണം ചെയ്യണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഓരോ ചൂടിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. പ്രദക്ഷിണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പകുതിക്ക് വച്ച് നിർത്തരുത്. എന്തൊക്കെ സംഭവിച്ചാലും തലയിലിരിക്കുന്ന അഗ്നികുംഭം നിലം തൊടാതെ സൂക്ഷിക്കണം. അങ്ങനെ ആവട്ടെ ഗുരുക്കളെ. നിന്റെ തലയിൽ ഇപ്പൊ ഇരിക്കുന്നത് അഗ്നികുംഭം മാത്രമല്ല, നിനക്ക് ശേഷമുള്ള തലമുറയുടെ ഭാവിയാ. എന്തൊക്കെ സംഭവിച്ചാലും അത് നിലം തൊടാൻ പാടില്ല. ജീവൻ പോയാലും അഗ്നികുംഭം കൊണ്ടെത്തിക്കുന്നത് വരെ നിലം തൊടിയിക്കില്ല എന്തുമേ. അവര് നോക്കിക്കോളൂ എന്തുവമ്മേ. ഇവിടെ തന്നെയല്ലേ, അവർക്കിതൊന്നും വലിയ കാര്യമല്ല. എന്നാലേ ഒരു വട്ടം നീ എടുത്തോണ്ട് പോയേ, അപ്പം മനസ്സിലാവും. ഒന്ന് പോടോ, എനിക്കിട്ട് താങ്ങാൻ സമയം നോക്കിയിരിക്കുക ഇയാള്. എന്റെ പ്രശ്നം എനിക്കല്ലേ അറിയൂ. ഇതൊക്കെ ചെയ്താലല്ലേ നിലമാളിക തുറക്കാൻ പറ്റൂ. അമൂല്യമായ സമ്പത്ത് എനിക്ക് സ്വന്തമാകും. മകരസംക്രമ മുഹൂർത്തം അടുത്തെത്തിയിരിക്കുന്നു. രാജഗുരുക്കളെ, മുഹൂർത്ത സമയത്ത് തന്നെ അഗ്നിദേവനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അഗ്നിപ്രദക്ഷിണം തുടങ്ങട്ടെ. ശരി സ്വാമി. ദേവാ, വൈദേഹി, ഞങ്ങൾ റെഡിയാ ഗുരുക്കളെ. ഓം നമഃ ശിവായ. 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 പാദത്തിൽ കുപ്പിച്ചില്ല് കുത്തിക്കയറുമ്പോ അഗ്നിപ്രദക്ഷിണം വെക്കുന്നത് എങ്ങനെയെന്ന് എനിക്കൊന്ന് കാണണം.